DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡുവായ 2000 രൂപ ഇന്ന് ജൂൺ 20 ശനിയാഴ്ച വൈകുന്നേരം മുതൽ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെസ്റ്റ് ബംഗാളിൽ വെച്ചാണ് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുകയുടെ വിതരണം നിർവഹിച്ചത്. കേരളത്തിൽ ഏകദേശം 28 ലക്ഷത്തോളം കർഷകർക്കാണ് ഈ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. അക്കൗണ്ടുകളിൽ തുക എത്തിയതായി മെസ്സേജ് ലഭിക്കാത്തവർ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ കാലയളവിലെ 2000 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണ 4-ാം മാസത്തിലൊക്കെയാണ് PM കിസാന്റെ ഗഡുത്തുക വിതരണം ചെയ്യാറുള്ളത്. എന്നാൽ 23-ാം ഗഡു വിതരണ കാലാവധിയുടെ 3-ാം മാസമായ ജൂൺ മാസത്തിലാണ് വിതരണം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ചത്. നിലവിൽ ഇന്നത്തെ വിതരണത്തോടെ 23 ഗഡുക്കളിലൂടെ 46,000 രൂപയാണ് കർഷകർക്ക് ഇതുവരെ ഈ പദ്ധതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. തിരിച്ചു നൽകേണ്ടാത്ത ധനസഹായമായതിനാൽ തന്നെ രാജ്യത്തെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നിലവിൽ 23-ാമത്തെ ഗഡുത്തുക വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇന്ന് തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തണമെന്നില്ല. 9,44,00,000 കർഷകർക്കാണ് 23-ാമത് ഗഡുത്തുക കൈമാറുന്നത്. ബാങ്കിംഗ് സിസ്റ്റത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി എല്ലാ അക്കൗണ്ടിലേക്കും ഒറ്റയടിക്കല്ല വിതരണം, ഓരോ ബാച്ചായാണ് വിതരണം നടത്തുന്നത്. മിനിറ്റുകളുടെയും മണിക്കൂറുകളുടെയും ചിലപ്പോൾ ദിവസങ്ങളുടെയും ഇടവേളകൾ ഓരോ ബാച്ച് വിതരണത്തിനും ഇടയിൽ ഉണ്ടാകാം. ഇതിനു മുൻപ് നടന്ന ഗഡുക്കളുടെ വിതരണത്തിലും ഇത്തരത്തിലുള്ള ചെറിയ കാലതാമസം ഉണ്ടായിരുന്നതാണ്. അതിനാൽ ഇന്ന് തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. വരും മണിക്കൂറുകളിൽ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് ശേഷവും അക്കൗണ്ടിലേക്ക് PM കിസാന്റെ ഗഡുത്തുക എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിൽ തുക വന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല കിസാൻ നിധിയുടെ തുക വിതരണം, പകരം കർഷകന്റെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് തുക നൽകുന്നത്. അതിനാൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുള്ളവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച മറ്റ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലും തുക എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടും മറ്റ് അക്കൗണ്ടുകളിലും തുകയെത്താത്തവർ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ KYC മെസ്സേജൊക്കെ വന്നിട്ടുള്ളവർ ഒന്നുകൂടി KYC ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾക്ക് തുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ അത്തരത്തിൽ തുക ലഭിക്കാത്തവർ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതാണ്. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്കാണ് PM കിസാൻ ഗഡുത്തുക എത്തിച്ചേരുക. ഫാർമർ ID എടുത്തവർക്ക് മാത്രമേ ഇനി മുതൽ PM കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്ന അറിയിപ്പുകളൊക്കെ എത്തിയിരുന്നുവെങ്കിലും നിലവിൽ കർഷക ID ലഭിക്കാത്തവർക്കും 23-ാമത്തെ ഗഡു മുടങ്ങാതെ ലഭിക്കുന്നതാണ്. ഇനിയും രാജ്യത്തൊട്ടേറെ കർഷകർ കർഷക ID എടുക്കുവാനുള്ളതുകൊണ്ടാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ഗഡു വിതരണ സമയത്ത് കർഷക ID ഒരുപക്ഷെ നിർബന്ധമാക്കിയേക്കും. എന്തായാലും 23-ാം ഗഡുവായ 2000 രൂപ കാലവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വിതരണം ചെയ്ത് സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് വളരെ ആശ്വാസമാണ്. തുക അക്കൗണ്ടിൽ ലഭിച്ചവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെ അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.